എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഭാഷ് സാറാണ്. മറ്റൊരു ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ എക്സാമിന് 4 മാർക്സിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് കിട്ടാവുന്നതും ഇത്തിരി മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് കണ്ടേര്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചേക്കണം. ഇതേപോലുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ എക്സാം വരെ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും എല്ലാ രീതിയിലുള്ള നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സുകളും പിന്നെ ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ പാക്കേജും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്താൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് എ ഈസ് 1 2 3 4 5 6. എക്കുള്ളിൽ 1 തൊട്ട് 6 വരെ. R is a set of 4 xy such that y is equal to x plus 1 x comma y element of A. Write R in roster form, domain, range, codomain, arrow diagram എല്ലാം മുഴുവനും അങ്ങ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു റിലേഷൻ്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കണം. ഇവിടെ നോക്കിക്കേ, എ എന്ന് പറഞ്ഞൊരു സെറ്റിനെയാണ് തന്നേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ നോക്കിക്കേ എക്സും വൈയും ഉണ്ട്. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1, ഇതാ റിലേഷൻ. ഓക്കെ, ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിനുള്ളിൽ റിലേഷൻ ഉണ്ടല്ലോ. എന്താണ് ഈ റിലേഷൻ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഓക്കെ, എക്സും വൈയും തമ്മിലുള്ള ബന്ധം അതാണ് ഇവിടുത്തെ. എന്താണ് വൈ എന്ന് പറഞ്ഞാൽ എക്സിനോടുകൂടി 1 കൂട്ടുമ്പോൾ കിട്ടുന്നു, അതാണ് ഇവിടുത്തെ റിലേഷൻ. ഓക്കെ, ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം എങ്ങനെ ഇത് ചെയ്തെന്ന് നോക്കിക്കോണേ. ഞാനത് വൈ ഈക്വൽ എക്സ് പ്ലസ് 1 എന്ന് ഇവിടെ ഉണ്ട് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ആദ്യം ഈ എക്സിന് 1 കൊടുക്കണം. ഓക്കെ, എക്സിന് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എക്സ് പ്ലസ് 1 എന്ന് ഇക്വേഷൻ എഴുതി. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 + 1 2. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓർഡേഡ് പേര് കിട്ടി 1 2. ഓക്കെ, എക്സിന് 1 ആയപ്പോൾ വൈയുടെ വാല്യൂ 2, അതാണ് 1,2. രണ്ടാമത് 2 എന്നുള്ള നമ്പറിനെ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1 2 + 1 3. അപ്പോൾ നമുക്ക് 2,3 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓർഡേഡ് പെയർ കിട്ടി. നെക്സ്റ്റ് എക്സിന് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 3 + 1 4 3 4 കഴിഞ്ഞു, മൂന്നാമത്തെ ആയി. അപ്പോൾ 3 വരെ കൊടുത്തു അല്ലേ. നെക്സ്റ്റ് 4 കൊടുക്കാം. x ഈക്വൽ ടു 4, y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 4 + 1 5 4 5. അടുത്തത് x ഈക്വൽ ടു 5, y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 5 + 1 6 5 6. അടുത്തതിന് ആരും കൊടുക്കേണ്ടത്? എക്സിന് നമ്മൾ 6 ഈക്വൽ ടു 6 അങ്ങോട്ട് കൊടുക്കരുത്, അത്രയേ ഉള്ളൂ, കൊടുക്കരുത്. എക്സിന് 6 കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? വൈയുടെ വാല്യൂ എക്സ് പ്ലസ് 1 6 + 1 7. 7 ഇവിടെ ഉണ്ടോ എന്ന് നോക്കിക്കേ, ഇല്ല. അപ്പോൾ വൈയുടെ വാല്യൂ 7 എന്നാണ്. എക്സും വൈയും എവിടുത്തെ ആളായിരിക്കണം? എ എന്ന് പറഞ്ഞ കുടുംബത്തിലായിരിക്കണം. എ എന്ന് പറഞ്ഞ കുടുംബത്തിൽ 6 വരെ ഉള്ളൂ. അപ്പോൾ വൈയുടെ വാല്യൂ 7 കിട്ടുന്ന പരിപാടിയൊന്നും ഇവിടെ വേണ്ട. അപ്പോൾ എക്സിന് നിങ്ങൾ 5 വരെ കൊടുത്ത് വൈയുടെ വാല്യൂ 6 കിട്ടുന്നവർ ചെയ്താൽ മതി. കൃത്യമായല്ലോ. ഈ നമ്പറിനെ ഈ പ്രോബ്ലത്തിൽ കൊടുക്കണ്ട. അപ്പോൾ അതിനുള്ള കാരണമൊക്കെ ക്ലിയറായി. ഓക്കെ, ഇനി അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതാം. ഒന്നാമത് ആർ ഇൻ റോസ്റ്റർ ഫോം. എന്താണ് റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഡി കിട്ടിയവരെ എഴുതുക. മീൻസ് 1 2 2 3 3 4 4 5 5 6 തീർന്നു, അത്രമേ ഉള്ളൂ. ഓക്കെ, എപ്പോഴും എക്സാം ചോദിക്കുന്നതാണ് ഈ ഡൊമൈൻ റേഞ്ച്. എപ്പോഴും എക്സാമിനുണ്ടാവും ഡൊമൈൻ റേഞ്ച് കോഡൊമൈൻ. ചിലപ്പോഴേ കോഡൊമൈൻ ചോദിക്കുള്ളൂ, പക്ഷേ ഡൊമൈൻ റേഞ്ചും ഉറപ്പായിരിക്കും. ഓക്കെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനുള്ളിലുള്ള ഫസ്റ്റ് മെമ്പേഴ്സ് 1 2 3 4 5, അത്രയാണ് നമ്മുടെ ഡൊമൈൻ. 1 2 3 4 5. നെക്സ്റ്റ് റേഞ്ച്. റേഞ്ച് എന്ന് പറയുമ്പോൾ സെക്കൻഡ് നമ്പേഴ്സ് 2 3 4 5 6, അത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ ക്ലിയർ ആയി അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? ഒരു ലൈക്കൊക്കെ തന്നേക്കണം, മാക്സിമം ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. നെക്സ്റ്റ് ഡൊമൈനായി റേഞ്ചായി. നെക്സ്റ്റ് എന്താണ്? കോഡൊമൈൻ. ഓക്കെ, കോഡൊമൈൻ. കോഡൊമൈൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. ഇതൊന്നും നമുക്കിവിടെ വേണ്ട. കോഡൊമൈൻ ക്വസ്റ്റ്യനിൽ നോക്കുക. ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഉണ്ട്, ബി ഉണ്ടോ? ഇവിടെ ബി എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റ് ഇല്ലല്ലോ. ഒറ്റ സെറ്റേ ഉള്ളുവെങ്കിൽ അയാൾ തന്നെ, അവൻ താനടാ കോഡൊമൈൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡ് ഡൊമെയിൻ ഏത് തന്നെയാണ് 1 2 3 4 5
6. ഇതാണ് കോഡൊമൈൻ. ഇപ്പോൾ എയും ബിയും ഉണ്ടായിരുന്നെങ്കിൽ ബി ആയിരിക്കണം കോഡൊമൈൻ. എയും ഉള്ളുവെങ്കിൽ മീൻസ് എ മാത്രമേ ഉള്ളുവെങ്കിൽ എ തന്നെ കോഡൊമൈൻ. ഓക്കെ. നെക്സ്റ്റ് ഇനി ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ കിട്ടുക നമ്മളവരെ അങ്ങോട്ടൊരു ചെറിയൊരു ഇതുണ്ട്, ഇങ്ങനെയൊക്കെ ഒന്ന് വരയ്ക്കുന്നത്. ഇത് നമ്മുടെ എ, ഇതും ആര് തന്നെയാണ് എ. ഉണ്ട്, എയിൽ നിന്ന് എയിലോട്ട് തന്നെ ഉണ്ട്. എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എ എന്ന് പറയുക എയിൽ നിന്നും എയിലോട്ട് തന്നെ. അപ്പോൾ ഇവിടെ 1 എഴുതണം, 2 എഴുതണം, 3 എഴുതണം, 4 എഴുതണം, 5 എഴുതണം, 6 എഴുതണം. ഇവിടെയും 1 എഴുതണം, 2 എഴുതണം, 3 എഴുതണം, 4 എഴുതണം, 5 എഴുതണം, 6 എഴുതണം. എന്നിട്ട് ഇനി ആദ്യത്തെ നമ്മുടെ കിട്ടിയത് 1 2. അപ്പോൾ 1 നിന്നും 2 ആരോ. നെക്സ്റ്റ് 2 3, 2 നിന്നും 3 3 നിന്നും 4 4 നിന്നും 5 5 നിന്നും 6 6 നിന്നും ഉണ്ടോ കിട്ടുന്നില്ല, 7 കിട്ടുന്നില്ല. ഇവിടെ 7 ഇല്ല, അതാണ് അവിടെ നിന്ന് പോയത്. ഓക്കെ, 5 6 കൊണ്ട് തീർന്നു. ക്ലിയർ ആയല്ലോ? അടിപൊളിയാണല്ലോ, മനസ്സിലായല്ലോ. എക്സാമിന് വന്നാൽ ഉറപ്പായിട്ട് എഴുതാൻ പറ്റുമല്ലോ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു കാര്യം കാണുന്നതിലല്ല കാര്യം, ഈ എക്സാമിന് വരുമെന്നുള്ളതും ഇല്ല കാര്യം, നിങ്ങൾക്കത് എഴുതാൻ പറ്റുമോ എന്നുള്ളതില്ല നമ്മുടെ മാർക്ക്. ഓക്കെ, അപ്പോൾ ആ രീതി കൂടെയാണ് നമ്മുടെ ക്ലാസ്സുകൾ തരുന്നത്. നിങ്ങൾക്ക് എഴുതണം, നിങ്ങളാണ് എഴുതുന്ന ആൾ, നിങ്ങളാണ് താരം. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. എഴുതാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസും ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള കഴിവും അതൊക്കെ നമ്മൾ തരിക എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.